നെയ്യാറ്റിൻകരയിലെ ത്രേസ്യാപുരം കുന്നത്തുകാൽ സ്വദേശിനിയാണ് ശാഖാകുമാരി. ഇവർക്ക് 52 വയസ്സ് പ്രായമുണ്ട്. ചെറുപ്പം മുതലേ തൻ്റെ ജീവിതത്തിൽ ആരെയും ആശ്രയിച്ച് ജീവിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം ഈ സ്ത്രീ എടുത്തിരുന്നു. ഇട്ടുമുടാൻ പണവും വകകളും ശാഖാകുമാരിയുടെ പേരിൽ തന്നെ ഉണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് വീടുകളും ഫ്ലാറ്റുകളും ഷോപ്പുകളും അങ്ങനെ എല്ലാം ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ കോടീശ്വരിയായ ഒരു സ്ത്രീ. ശാഖാകുമാരിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും മകളും മാത്രമാണ് ഒരു വലിയ വീട്ടിൽ താമസിക്കുന്നത്. അമ്മയ്ക്ക് മകളെ ഒരാളുടെ കയ്യിൽ ഭദ്രമായി ഏൽപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മകളായ ശാഖയ്ക്ക് വിവാഹമേ ഈ ജീവിതത്തിൽ തനിക്ക് വേണ്ട എന്നും ഒറ്റയ്ക്ക് താൻ ജീവിച്ചോളാം എന്നുമുള്ള ഒരു സ്ട്രോങ് തീരുമാനമായിരുന്നു. ആരെയും കൂസാക്കാത്ത ഒരു ലേഡിയാണ് ഈ ശാഖ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞിനെ സ്വത്തിനെല്ലാം അവകാശിയായി ദത്തെടുക്കണമെന്ന് ശാഖയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പ്രായം കൂടി വന്നതോടെ ആ ഒരു ആഗ്രഹം അവർ ഉപേക്ഷിച്ചു. എന്നാൽ ഇക്കണ്ട സ്വത്തുക്കൾക്ക് ഒരവകാശിയുമില്ലാതെ എല്ലാം നശിക്കും എന്നും അമ്മയുടെയും തൻ്റെയും കാലശേഷം എല്ലാം അനാഥമായി പോകുമല്ലോ എന്നൊരു സങ്കടവും ശാഖയ്ക്ക് ഉണ്ടായിരുന്നു. ശാഖയ്ക്ക് മാത്രമല്ല, അമ്മയ്ക്കും അങ്ങനെ വലിയ വീട്ടിൽ ഈ മകൾ ഒറ്റപ്പെടുമല്ലോ തൻ്റെ കാലശേഷം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ആ വലിയ വീട്ടിൽ അമ്മയും മകളും മാത്രമായി അങ്ങനെ കഴിയവെയാണ് ഒരു ദിവസം ശാഖയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതാകുന്നത്. തിരുവനന്തപുരത്തെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ശാഖ പെട്ടെന്ന് അമ്മയും കൊണ്ടുപോയി. ശാഖയുടെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതായിരുന്നു. അമ്മ കുറച്ച് ദിവസത്തേക്ക് അവിടെ അഡ്മിറ്റ് ആവുകയാണ്. ശാഖ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കി നടത്തുകയാണ്. അപ്പോഴാണ് ആ ഹോസ്പിറ്റലിൽ വച്ച് ഒരു ചെറുപ്പക്കാരനെ ശാഖ കണ്ടുമുട്ടുന്നത്. അയാളുടെ പേര് അരുൺ. അരുണ് നല്ലൊരു ഇലക്ട്രീഷ്യനാണ്. പിന്നെ ഈ ആശുപത്രിയിലെ ഒരു ജീവനക്കാരനുമാണ്. ആശുപത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇലക്ട്രിക്കൽ പണിയുമായിട്ട് അരുൺ പോകും. യാദർച്ഛികമായിട്ട് അരുണും ശാഖയും ആ ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടി പരിചയപ്പെടുകയാണ്. അരുണും ശാഖയും സംസാരിക്കുന്നതിനിടയ്ക്ക് അവരവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്തു. ശാഖയ്ക്ക് ആരുമില്ലെന്നും അമ്മ മാത്രമേ ഉള്ളൂവെന്നും കേട്ടതോടെ അരുണിന് ശാഖയോട് വല്ലാത്തൊരു സഹതാപം തോന്നി. അരുണിന് 27 വയസ്സ് മാത്രമേ ഉള്ളൂ. ശാഖയോടുള്ള അരുണിൻ്റെ കെയറിങ്ങും പെരുമാറ്റവും എല്ലാം ശാഖയ്ക്ക് വലിയ ഇഷ്ടമായി. ആ ഒരു ഇഷ്ടം ഒരു പ്രണയമായി മാറുകയാണ് ശാഖയുടെ ഉള്ളിൽ. എന്നാൽ ശാഖ തൽക്കാലം ഇക്കാര്യം അരുണിനോട് പറയുന്നില്ല. അരുണിനാണെങ്കിൽ അങ്ങനൊരു ചിന്ത പോലും ഈ സ്ത്രീയെപ്പറ്റി ഇല്ല. കാരണം അയാളുടെ അമ്മയുടെ പ്രായത്തോളം ഉണ്ട് ശാഖയ്ക്ക്. ആശുപത്രിയിൽ നിന്നും അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ശാഖയ്ക്ക് ഭയങ്കര വിഷമം, അരുണിനെ പഴയതുപോലെ കാണാൻ പറ്റില്ലല്ലോ എന്ന്. അവർ ഇലക്ട്രീഷ്യൻ പണിക്കെന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വരുമോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വരുത്തും. അരുണ് വീട്ടിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അരുണിനെ മനഃപൂർവ്വം ഈ സ്ത്രീ വിളിച്ചു വരുത്താൻ തുടങ്ങി. പക്ഷേ ഒറ്റയ്ക്ക് താമസിക്കുന്ന ശാഖയോട് അരുണിൻ്റെ പെരുമാറ്റം വളരെ ഡീസൻ്റായിരുന്നു. ആ ചെറുപ്പക്കാരന് അവരോട് ഒരു അമ്മയോടെന്ന ഒരു റെസ്പെക്റ്റാണ് ഉണ്ടായത്. ഇത് ശാഖയ്ക്ക് മനസ്സിലായി. അങ്ങനെ 4 വർഷം കഴിഞ്ഞു. ശാഖ അരുണിനോട് രണ്ടും കൽപ്പിച്ച് തൻ്റെ മനസ്സിലുള്ള ഈ ഒരു ഇഷ്ടത്തെപ്പറ്റി പറയുകയാണ്. അരുണ് കേട്ടപാടെ ഞെട്ടിപ്പോയി. ആ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് തന്നെ ശാഖ ചോദിച്ചു, എന്നെ വിവാഹം ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? അരുണ് ഒന്ന് ചിന്തിച്ച ശേഷം പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, വളരെ സഹതാപവുമുണ്ട്. പക്ഷേ നിങ്ങളെ വിവാഹം കഴിക്കാൻ എനിക്കാവില്ല. ശാഖയ്ക്ക് ഈ ഒരു മറുപടി തിരിച്ചടിയാവുകയാണ്. അവൾ ചോദിച്ചു, എൻ്റെ പ്രായമാണോ നിൻ്റെ പ്രശ്നം? അരുണ് ശാഖ പ്രതീക്ഷിച്ച മറുപടിയല്ല അപ്പോൾ പറഞ്ഞത്. പ്രായം എനിക്കൊരു പ്രശ്നമേ അല്ല. എൻ്റെ പ്രശ്നം വേറെ പലതാണ്. മെയിനായിട്ട് എൻ്റെ വീട്ടുകാർ ഈ ഒരു ബന്ധത്തിന് സമ്മതിക്കില്ല. പിന്നെ ഉള്ളത്, എനിക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ല. ഇത് കേട്ട് ശാഖ പറഞ്ഞു, രണ്ടാമത്തെ പ്രശ്നം ഞാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ ആദ്യത്തെ പ്രശ്നം അതെനിക്കൊന്നും ചെയ്യാനാവില്ല. ശാഖയുടെ ഈ വാക്ക് കേട്ട് അരുണ് പറഞ്ഞു, ശരി, തൽക്കാലം എൻ്റെ വീട്ടുകാരോ കൂട്ടുകാരോ ഒന്നും അറിയാതെ നമുക്ക് വിവാഹം കഴിക്കാം. വഴിയെ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. ശാഖയ്ക്ക് സന്തോഷമായി. അങ്ങനെ 2020 ഒക്ടോബർ 29 ഇരുവരും ക്രിസ്തീയ ആചാരപ്രകാരം വിവാഹിതരാവുകയാണ്. അതായത് ശാഖയുടെ വിഭാഗത്തിൽപ്പെട്ട ആ ഒരു ചടങ്ങെല്ലാം നടക്കുകയാണ്. വലിയ ആഡംബര വിവാഹമൊക്കെ ആയിരുന്നു. പക്ഷേ ശാഖയുടെ കുറച്ച് ബന്ധുക്കൾ മാത്രം അടങ്ങിയതായിരുന്നു ആ ഒരു വിവാഹ സൽക്കാരം.
വിവാഹം കഴിഞ്ഞ് ഇവർ മധുവിധമൊക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ 2 മാസവും കഴിഞ്ഞു. ഡിസംബർ മാസമായി. ക്രിസ്മസിന് ശാഖയും അരുണും വീടൊക്കെ അലങ്കരിച്ചു. ക്രിസ്മസ് ആഘോഷം പൊടിപൂരമായി ആഘോഷിച്ച് അന്ന് രാത്രി ഇവർ ഉറങ്ങാൻ കിടക്കുകയാണ്. പുലർച്ചെ ഒരു 1:30 ആയപ്പോൾ അരുണ് തൊട്ടടുത്ത് കിടന്ന ശാഖയെ നോക്കിയതും കട്ടിലിൽ ഈ സ്ത്രീ ഇല്ല. അരുൺ ആലോചിച്ചു, ഇവളിത് എങ്ങോട്ട് പോയി, ഈ വെളുപ്പാങ്കാലത്ത് എവിടെ പോയി എന്നും പറഞ്ഞ് ശാഖയെ വിളിച്ചുകൊണ്ട് ഹാളിലെത്തി അയാൾ അവിടുത്തെ ആ ഒരു ഇരുട്ടത്ത് ആ കർട്ടൻ ഒന്ന് നീക്കുകയാണ്. അപ്പോൾ അയാൾ അവിടെ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. എന്താണ് അരുൺ ഈ ഇരുട്ടത്ത് കണ്ടത്? ശാഖ വെളുപ്പാങ്കാലത്ത് എങ്ങോട്ട് പോയി? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. 52 വയസ്സുള്ള ശാഖയെ ആശുപത്രിയിൽ വച്ച് പരിചയപ്പെട്ട് അവരുടെ വായിൽ നിന്നും തന്നെ അവർ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നും അമ്മയും താനും മാത്രമാണുള്ളതെന്നും തൻ്റെ സ്വത്തുക്കൾ കാലശേഷം അനാഥമായി പോകുന്നതിൽ മാത്രമാണ് ഏക സങ്കടമെന്നും എല്ലാം അരുണ് കേൾക്കുകയാണ്. ഇതൊക്കെ കേട്ടതോടെ അരുണിന് ഈ സ്ത്രീയോട് ഒരു ആകർഷണം തോന്നി. ശാഖയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അരുണ് വളരെ സത്യസന്ധനും അച്ചടക്കമുള്ളവനുമൊക്കെയായി പെരുമാറിക്കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ശാഖയ്ക്ക് തന്നോട് വിശ്വാസവും സ്നേഹവും ഉണ്ടാവണം. ഒരു ലക്ഷ്യമാണ് അരുണിനുള്ളത്. അത് തന്നെ സംഭവിച്ചു. ശാഖയ്ക്ക് പ്രായം പോലും മറന്ന് മകൻ്റെ പ്രായമുള്ള അരുണിനോട് പ്രണയം തോന്നി. അത് അവർക്ക് പറയാൻ 4 വർഷം വേണ്ടി വന്നു. അരുൺ ക്ഷമയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇവരായിട്ട് ഇതെന്ന് പറയുമെന്നും. ഒടുവിൽ ശാഖ അത് പറഞ്ഞു. ആദ്യം ഒരു ഞെട്ടലോടെ അരുണ് അത് കേൾക്കുന്നതായൊക്കെ അഭിനയിക്കുകയാണ്. വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ അരുണ് 2 ഡിമാൻഡുകളാണ് ശാഖയ്ക്ക് മുന്നിൽ അപ്പോൾ വച്ചത്. 1, എൻ്റെ വീട്ടുകാർ അറിയാതെ വേണം വിവാഹം നടത്താൻ. 2, വിവാഹത്തിൻ്റെ ഒരൊറ്റ ഫോട്ടോയോ വീഡിയോയോ ഒന്നും പുറത്ത് ലീക്കാവാൻ പാടില്ല, ആരും അറിയരുത്. പകരം വിവാഹം കഴിഞ്ഞ് ഞാൻ നിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുകയും ചെയ്യാം. ശാഖയ്ക്കാണെങ്കിൽ 100 വട്ടം സമ്മതം. അങ്ങനെയാണ് വിവാഹം തീരുമാനിച്ചത്. വിവാഹം നടക്കുന്നതിന് മുൻപേ ഒരു ദിവസം അരുണ് ശാഖയോട് കുറച്ച് ഡിമാൻഡുകൾ കൂടി പറയുകയാണ്. ഞാൻ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള നിങ്ങളെ വിവാഹം കഴിക്കുന്നതോടെ എൻ്റെ വീട്ടുകാർ എനിക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്ക് ചില നേട്ടങ്ങൾ ഈ വിവാഹത്തോടെ ഉണ്ടാവണം. ശാഖ ചോദിച്ചു, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഞാനത് സാധിച്ചു തരും. അരുണ് പറഞ്ഞു, എനിക്ക് ഇതുവരെ ഒരു കാറോ ഒരു നല്ല ബൈക്കോ വാങ്ങാൻ സാധിച്ചിട്ടില്ല. ബൈക്കുള്ളതാണെങ്കിൽ ഒരു പഴഞ്ചനാണ്, കാറ് ഓടിക്കാനേ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു കാറും ഒരു ബൈക്കും വേണം. പിന്നെ ബാങ്ക് ബാലൻസ് 0 നല്ലൊരു ബാങ്ക് ബാലൻസും എനിക്കുണ്ടാവണം. ശാഖയ്ക്ക് ഇതൊക്കെ നിസ്സാരമായിരുന്നു. അവർക്ക് ഇതൊരു തമാശ കേട്ട പോലെയാണ് തോന്നിയത്. അങ്ങനെ ശാഖ ഒരു വില കൂടിയ ബൈക്കും കാറും ഒക്കെ അരുണിൻ്റെ പേരിൽ തന്നെ വാങ്ങിക്കൊടുക്കുകയാണ്. ഇത് വാങ്ങിക്കൊടുത്തപ്പോൾ അരുണിന് വലിയ സന്തോഷമായി. ആ സന്തോഷത്തിന് ഒന്നുകൂടി മധുരം കൂട്ടാൻ ശാഖ പറയുകയാണ്. വിവാഹ ദിവസം ഞാൻ നിനക്ക് 50 ലക്ഷം രൂപയും 100 പവനും കൈവച്ച് തരും. അരുണിന് ബമ്പറടിച്ച് ആഹ്ലാദം തോന്നി. ഇനി എന്ത് വേണം? വിവാഹത്തിന് ഡബിളൊക്കെ പറയുകയാണ് അരുൺ. ഇനി ഇലക്ട്രീഷ്യൻ പണിക്ക് കയറി ഇറങ്ങണ്ട, ആശുപത്രിയിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടണ്ട, ജീവിതം എല്ലാം കൊണ്ടും സെറ്റായി എന്ന ചിന്തയാണ് അപ്പോൾ അരുണിനുണ്ടായത്. വിവാഹമൊക്കെ നടന്നു. ബന്ധുക്കളൊക്കെ പോയി വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ അരുണ് വച്ച 2ാമത്തെ ഉടമ്പടി അപ്പോൾ തെറ്റുകയാണ്. അരുണിൻ്റെ ഫോണിലേക്ക് ആശുപത്രിയിലെ അരുണിൻ്റെ 2-3 സുഹൃത്തുക്കൾ വിവാഹ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുത്തു. അവരെ ആരെയും അരുണ് വിവാഹം അറിയിച്ചിട്ട് പോലുമില്ല. എങ്ങനെ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ അവർക്ക് കിട്ടി എന്ന് പറഞ്ഞ് ആ രാത്രി തന്നെ ശാഖയുമായിട്ട് അരുണ് ഉഗ്രം വഴക്കായി. ശാഖ തീർത്ത് പറഞ്ഞു, ഞാൻ വാക്ക് തെറ്റിച്ചിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ആരോടും വീഡിയോ എടുക്കാനും പറഞ്ഞിട്ടില്ല, വന്നവരോടൊക്കെ ഞാൻ വിലക്കിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ശാഖയുടെ ബന്ധുക്കളിൽ ഒരാൾ ഇതൊക്കെ മൊബൈലിലെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ദിവസം മുതൽ അരുണ് നിസ്സാര കാര്യത്തിന് പോലും ശാഖയോട് ദേഷ്യപ്പെടുകയും പിണങ്ങി മാറിക്കിടക്കുകയും ഒക്കെ പതിവായി.
എന്നും ഭർത്താവിനെ സന്തോഷിപ്പിക്കാനും അയാൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും കൈനിറയെ കാശ് കൊടുത്ത് അയാളെ രാജകീയ ജീവിതത്തിലെന്ന പോലെ നോക്കാനും ഒക്കെ ശാഖ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ശാഖയോട് അരുണ് ഒരു ഭാര്യ എന്ന ഒരു കൺസിഡറേഷൻ കൊടുക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. ആ സ്ത്രീ അതെല്ലാം ക്ഷമിച്ചു. ഇതിനിടയ്ക്ക് മധുവിധുവിന് സ്വിറ്റ്സർലൻഡിൽ പോകാനായിട്ട് ശാഖ ഒരുങ്ങിയെങ്കിലും അരുണ് സമ്മതിച്ചില്ല. അരുണിനൊപ്പം പുറത്ത് ഒരിടത്തും ആ സ്ത്രീയെ കൊണ്ടിറങ്ങാൻ പോലും അയാൾ തയ്യാറായില്ല. അയാൾക്ക് ഒരുതരം മാനക്കേടായിരുന്നു ഈ സ്ത്രീയെയും കൂട്ടി പുറത്തു പോകാൻ. വിവാഹം കഴിഞ്ഞ പുതുമോടിയായതുകൊണ്ട് ഇവരെ കാണാനായിട്ട് ശാഖയുടെ റിലേറ്റീവ്സും അയൽപക്കത്തുള്ളവരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അവരുടെയൊക്കെ മുന്നിൽ അരുണ് ഭാര്യയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവായിട്ട് തന്നെ നിന്നു കൊടുക്കുകയാണ്. ശാഖ തൻ്റെ പ്രശ്നങ്ങൾ ആരോടും പറയാനോ ഒന്നും പോയില്ല. അങ്ങനെ പോകവേ ശാഖ പൊറുതിമുട്ടി അരുണിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അതു കേട്ട് അരുണ് ഒന്ന് ഞെട്ടി. ഞാൻ വിവാഹം കഴിക്കാതെ ഇരുന്നുവെങ്കിൽ എൻ്റെ സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോയേനെ. അത് എൻ്റെ മനസ്സിലെ വലിയൊരു വിഷമവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് നമുക്കിടയിലൊരു കുഞ്ഞുണ്ടാവണം. കുറച്ചുകൂടി പ്രായം ചെന്നാൽ ചിലപ്പോൾ എനിക്കതിന് സാധിച്ചെന്ന് വരില്ല. ഈ ഒരാവശ്യം കേട്ടതോടെ അരുണാകെ കുഴഞ്ഞു. നാളിതുവരെ ശാഖയുടെ മുറിയിൽ പോലും കയറാതെ ഒഴിഞ്ഞുമാറി നടന്ന അരുണിന് ഇതിപ്പോൾ പുലിവാല് പിടിച്ച പോലെയായി. അന്ന് മുതൽ അരുണ് തല പുകഞ്ഞാലോചിക്കാൻ തുടങ്ങി. ഇവളെ ഉപേക്ഷിച്ച് പോയാൽ ഇക്കണ്ട സ്വത്തൊന്നും തനിക്ക് കിട്ടില്ല. ഇവളുമായിട്ട് ഒരു കുടുംബജീവിതത്തിനൊട്ട് വയ്യതാനും. പിന്നെയുള്ള ഏക വഴി ഇവളില്ലാതാവുക എന്നതാണ്. ശാഖയെ വകവരുത്തി സ്വത്തെല്ലാം തന്നിലേക്കാക്കണമെന്ന് അരുണ് തീരുമാനിച്ചു. അതിനായിട്ട് അയാൾ പ്ലാനുകൾ ഇങ്ങനെ മെനയാൻ തുടങ്ങി. ആദ്യം ഇയാൾ പ്ലാൻ ചെയ്തത് ആ വീട്ടിലുള്ള മൈക്രോ ഓവൻ വഴി ശാഖയുടെ ശരീരത്തിലേക്ക് ഷോക്ക് അടുപ്പിക്കുക എന്നതായിരുന്നു. അതിനായിട്ട് അയാൾ ആ ഓവൻ തന്നെ കേടാക്കി. നല്ലൊരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് അരുണിന് ഇതൊക്കെ വളരെ ഈസി ആയിരുന്നു. അതിൻ്റെ ടെക്നിക്കൊക്കെ നന്നായിട്ട് അറിയാം. കേടാക്കിയ ഓവൻ തൊട്ടാൽ ഷോക്കടിക്കുന്ന പരുവമാക്കി ഇയാൾ വച്ചു. ശേഷം ഒരു കേക്ക് ഓവനിൽ വെച്ച് ഉണ്ടാക്കാൻ ശാഖയോട് പറയുകയാണ്. ശാഖയ്ക്കാണെങ്കിൽ അത്യാവശ്യം കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് അരുണിനറിയാം. അതുതന്നെ ഇയാൾ ആയുധമാക്കി. ശാഖ ഓവനിൽ കേക്ക് വെക്കാനായിട്ട് ഓവൻ ഓണാക്കാൻ അതിൻ്റെ അടുത്ത് വരെ എത്തിയതും വലിയൊരു അത്ഭുതം പോലെ കറണ്ട് പോയി. 1/2 മണിക്കൂറോളം കഴിഞ്ഞാണ് കറണ്ട് വന്നത്. ഇതോടെ ആ പ്ലാൻ പൊളിഞ്ഞു. ഇനി ഈ പ്ലാൻ നടപ്പിലാക്കിയാൽ ചിലപ്പോൾ താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിൽ തോന്നിയ അരുൺ പിന്നീട് അത് ശരിയാക്കി വെച്ചു. പിന്നീട് ഇയാൾ മറ്റു പല പ്ലാനുകളും പരീക്ഷിക്കുകയാണ്. ഊട്ടിയിൽ ശാഖയെ കൊണ്ടുപോയി അവിടെ ഏതെങ്കിലും കൊക്കയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. പല ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമം നടത്തി. എല്ലാം ആ സ്ത്രീയുടെ ആയുസ്സിൻ്റെ ഒരൊറ്റ ബലം കൊണ്ട് തട്ടി നീങ്ങിപ്പോയി എന്നതാണ് സത്യം. ഇതോടെ അരുണ് ഒരിക്കൽ കൂടി തൻ്റെ പ്ലാൻ ഇനി പാളിപ്പോക ഒരു പദ്ധതി തയ്യാറാക്കി. അങ്ങനെ ക്രിസ്മസ് വന്നു. വീടൊക്കെ അലങ്കരിച്ച് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ശാഖ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരുമായിട്ട് ക്രിസ്മസ് ഒക്കെ ഗംഭീരമായി ആഘോഷിച്ചു. രാത്രിയോടെ എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു. അന്ന് രാത്രി, അതായത് ഡിസംബർ 26-ന് 1:30 മണിക്ക് ഉറങ്ങിക്കിടന്ന ശാഖയുടെ മുഖത്ത് അരുണ് തലയിണ വെച്ച് അമർത്തി പിടിച്ചു. കഴുത്തും ഇയാൾ ചേർത്തിങ്ങനെ പിടിച്ചിരുന്നു. പാതി ജീവനിൽ കുഴഞ്ഞു കിടന്ന ആ സ്ത്രീയെ ഇയാൾ കട്ടിലിൽ നിന്നും പൊക്കിയെടുത്ത് നേരെ ഹാളിൽ തറയിൽ കൊണ്ട് കിടത്തി. എന്നിട്ട് നേരത്തെ സംഘടിപ്പിച്ച് വച്ചിരുന്ന ഒരു കേബിളിൻ്റെ വയറിൻ്റെ ഒരറ്റം ശാഖയുടെ വായിലും മറ്റേ അറ്റം അവരുടെ മൂക്കിനുള്ളിലേക്കും കയറ്റി വെച്ചു. എന്നിട്ട് പ്ലഗ് ഓണാക്കുകയാണ്. ആ സ്ത്രീ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് അരുണ് സോഫയിൽ ഇരുന്നുവെന്നാണ് വെള്ളറട പോലീസ് പറയുന്നത്. ഇയാൾ ആസ്വദിച്ചു. മരിച്ച ശേഷം ഇവർ ഷോക്കേറ്റാണ് മരിച്ചതെന്ന് മറ്റുള്ളവർക്ക് തോന്നാനായിട്ട് ക്രിസ്മസ് ട്രീയൊക്കെ ഇങ്ങനെ അലങ്കരിക്കാൻ ഇട്ടിരുന്ന ബൾബ് സെറ്റ് ശാഖയുടെ ദേഹത്ത് ചുറ്റിയിടുകയാണ്. അതുവഴിയാണ് ഈ ഒരു ആപത്തുണ്ടായതെന്ന് കാണിക്കാൻ. അതിനുശേഷം അരുണ് വലിയ വായിൽ നിലവിളിച്ച് ആൾക്കാരെയൊക്കെ കൂട്ടി. പോലീസിനും ഫോറൻസിക് സർജനും ആദ്യമേ ഇതിൽ സംശയം ഉണ്ടായിരുന്നു. പോലീസ് അരുണിനെ ഏതാനും മണിക്കൂർ മാത്രമേ ചോദ്യം ചെയ്തുള്ളൂ. അയാൾ അതിൽ തന്നെ കുറ്റം സമ്മതിച്ചു. തനിക്ക് ഭാര്യയായ ശാഖയുടെ അടുത്തു പോകുമ്പോൾ അമ്മയുടെ മുഖമാണ് തോന്നിയിരുന്നതെന്നും സ്വത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ അവരെ കല്യാണം കഴിച്ചതെന്നുമാണ് വെള്ളറട പോലീസിനോട്, അതായത് വെള്ളറട SHO ആയ M. ശ്രീകുമാറിനോട് പറഞ്ഞത്. മാത്രമല്ല പോലീസ് പറയുന്നത്
ഇയാൾക്ക് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് നേരത്തെ ഒരു അഫെയർ ഉണ്ടായിരുന്നു. ശാഖയുടെ പണം കണ്ട് അവളെ ഒളിച്ചാണ് ഈ വിവാഹത്തിന് ഇയാൾ നിന്നു കൊടുത്തത്. ഈ കേസിൽ ദൃക്സാക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് പോലീസ് ഒരു ബുദ്ധി സാമർഥ്യം ഇതിൽ കാണിച്ചു. അതായത് ദൃക്സാക്ഷികൾ ഇല്ലാതെ അതിരിക്കണ്ട എന്ന് കരുതിയിട്ട് KSEBയെ കൊണ്ട് തന്നെ ഒരു പരിശോധന നടത്തി ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അപകടമാണെന്ന് റിപ്പോർട്ട് എഴുതി വാങ്ങിക്കുകയാണ്. ആ റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ പോലീസിനെ സഹായിച്ചത് KSEBയിലെ 2 വനിതാ ഓഫീസർമാരാണ്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലെ ജഡ്ജി MM ബഷീറാണ് അരുണിന് ജീവപര്യന്തം വിധിച്ചത്. MM ബഷീറാണ് ഷാരോൺ കേസിലെ കഷായം ഗ്രീഷ്മയ്ക്കും വധശിക്ഷ വിധിച്ചിരുന്നത്. ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.